ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. രാധിക പറയാം, ഞാനൊരു കാര്യം പറയാൻ വരുൺ. വേണമെങ്കിൽ ഈ രാത്രിയിലുള്ള കുളി അങ്ങ് നിർത്തിയേരെ, ഈ ചെറിയ ഒരു ജലദോഷത്തിന്. അതുകൊള്ളാലോ, ഈ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ അതൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല. വരുൺ ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചേച്ച് കിടന്ന് ഉറങ്ങ്. നാളെ ജോലിക്ക് പോകാനുള്ളതല്ലേ. നല്ല ക്ഷീണം കാണില്ലേ? എന്ത് ക്ഷീണം? ഞാനെന്താ വല്ല ചുമടെടുക്കാൻ പോയതാണോ? തൻ്റെ ഒരു നോട്ടവും ഭാവം കണ്ടാലേ ഞാനെന്തോ എല്ലുമുറിയെ പണിയെടുത്തിട്ട് വന്നതാണെന്ന് തോന്നുന്നല്ലോ. എന്തിനാ വരണേ കൂടുതൽ പ്രശ്നം? ഒരുത്തിര കാര്യം പറഞ്ഞല്ലോ, ആ സോന. അവളുണ്ടാക്കുന്ന ടെൻഷൻ തന്നെ പോരെ. അതെന്താണെന്നറിയില്ല രാധികയെ. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് കൃത്യമായിട്ടൊരു ശത്രു ഉണ്ടായിരിക്കും. അത് വരുണേ, ജാതകത്തിൻ്റെ കുഴപ്പമാണ്. നമുക്ക് മുത്തശ്ശിയോട് പറഞ്ഞിട്ട് മനസ്സിലായി മുത്തശ്ശിയോട് പറഞ്ഞിട്ട് ജാതകം കൊണ്ടുപോയി നോക്കിക്കണം അല്ലേ. എന്നാലേ ഒരു കാരണവശാലും അത് വേണ്ട. ഇപ്പൊ കൊണ്ട് കാണിച്ചാലേ അവർ കുറേ അധികം പ്രശ്നങ്ങൾ പറയും. അത് പിന്നെ എങ്ങനെ പരിഹരിക്കാമെന്നും പറയും. ആ പരിഹാരമൊക്കെ ചെയ്യാനേ നല്ല ചെലവും കാണും. അതുകൊണ്ട് തൽക്കാലം എൻ്റെ പൊന്നുമോളെ ഈ വിഷയം അങ്ങ് വിട്ടേരെ. പിന്നെ ഒരു കാര്യമുണ്ട്, ആവശ്യമില്ലാതെ എൻ്റെ കെട്ടിയവനെ ആരെങ്കിലും അവിടെ ബുദ്ധിമുട്ടിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ ഈ രാധിക അങ്ങോട്ടൊരു വരവുണ്ട്. എന്നാ വാടോ, താനങ്ങോട്ട് വന്നിട്ട് രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടീര്. അതെന്താ വരണേ? ഞാൻ അങ്ങോട്ട് സമാധാനത്തോടെ നടക്കുന്നത് ഒട്ടും പിടിക്കുന്നില്ല അല്ലേ. എന്നാലും വരുൺ പേടിക്കുമൊന്നും വേണ്ട കേട്ടോ. വരുണിനവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ ഈ രാധിക ഉടൻ അവിടെ വന്നിരിക്കും. അങ്ങനെ വരുണും രാധികയും വന്നിരുന്ന് അത്താഴമൊക്കെ കഴിക്കുവാണ്. വരുൺ ആ ചപ്പാത്തി കഴിക്കുമ്പോഴും ഒരു പ്രശ്നം മനസ്സിലുണ്ട്. രാധികയോട് പറയാം, നാളെ ചെല്ലുമ്പോഴറിയാൻ ജോലി ഉണ്ടാവുമില്ലെന്ന്. അതൊന്നും പേടിക്കാതെ, അവിടെ ചെല്ലുമ്പോൾ ജോലിയൊക്കെ ഉണ്ട്. ഒരു പെണ്ണിന്റെ വകയാ അത്. എൻ്റെ നേർക്കാവുമ്പോൾ എല്ലാവർക്കും നല്ല ഉന്നമായിരിക്കും. വരുൺ പറഞ്ഞത് ശരി, എവിടൊക്കെയോ ഒരു കുഴപ്പമുണ്ട്. വില്ലന്മാരല്ല, വില്ലത്തികളാണ് എൻ്റെ ചെറുക്കനെ കുഴപ്പിക്കുന്നത്. അല്ല രാധികയെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇനി എന്നോടുള്ള ആരാധന കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്? അയ്യടാ, എന്തോന്ന് ആരാധന? അതല്ലടോ, എന്നെ കാണുമ്പോൾ ചില പെൺകുട്ടികൾക്കൊരു സ്പെഷ്യൽ അട്രാക്ഷനോ മറ്റോ. വരുണേ, ഞാനിതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യപ്പെടണം, എന്നിട്ട് കുറച്ചു നേരം മുഖം വീർപ്പിച്ച് നിൽക്കണം. അപ്പോഴിണക്കാൻ വേണ്ടി രണ്ട് പഞ്ചാര വർത്തമാനമൊക്കെ പറയാനല്ലേ ഉദ്ദേശം. എനിക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ വരുണിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എതിരെ പോകുന്ന പെൺകുട്ടികളൊക്കെ ഒന്ന് നോക്കും. അവര് നോക്കിക്കോട്ടെന്നേ, അവർക്ക് നോക്കാനല്ലേ പറ്റൂ. ഇതുപോലെ അടുത്തിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇതുപോലെ വരുണിന് വാരിത്തരാൻ പറ്റുമോ? വരുണിന് രാധികയ്ക്ക് വാരിത്തരാൻ പറ്റുമോ? അതൊക്കെ ഈ രാധികയ്ക്ക് മാത്രമേ പറ്റൂ. എൻ്റെ പൊന്നോ, സമ്മതിച്ചിരിക്കുന്നത്. ഇതിനപ്പുറം വല്ല മോട്ടിവേഷൻ വല്ലതും ഉണ്ടോ? പെണ്ണുങ്ങളുടെ മാസ്റ്റർ അല്ലേ താൻ. മതി, ഇന്നത്തേക്ക് അത്യാവശ്യനായിട്ടുണ്ട്. ഇനി ഇത് മേലി എന്നെ പോഴ്ത്തണ്ട. അങ്ങനെ വരുണും രാധികയും ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചപ്പാത്തി ഊട്ടിക്കൊടുത്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ശങ്കർജിയുടെ ആശ്രമത്തിൽ ഓണാഘോഷത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. എല്ലാ വർഷവും എല്ലാവരുടെയും മനസ്സ് നിറയുന്ന പോലെ ഓണാഘോഷമാണ് നമ്മളുടേത് എന്നൊക്കെയാണ്ട് ആ ഊർമിള പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കൂടെ നിൽക്കുന്നവൾ പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഒരേ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, ഓണസദ്യയുടെ കാര്യത്തിൽ. ഓണസദ്യ മോശമായിരുന്നല്ല, ഒരു സദ്യയുടേതായ ഗാംഭീര്യം ഉണ്ടായിരുന്നില്ല. ശങ്കർജി പറയുന്ന അത് വാസ്തവമാണ്. ഇത്തവണ എന്തായാലും അത് തിരുത്തണം. ഊർമിള പറയാ, ശങ്കർജി, ഞാൻ സദ്യയുടെ കാര്യം അവരോട് മുന്നേ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പൊന്നും കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല ശങ്കർജി, കഴിഞ്ഞ ദിവസം സദ്യയെക്കുറിച്ചൊരു വീഡിയോ കണ്ട്. ആറ്റുവാശ്ശേരി സദ്യ. ആ വീഡിയോ മുഴുവൻ ഒരു പെൺകുട്ടിയുടെ സാഹസവും അവളുടെ ജീവിതത്തിലൂടെ തിരിച്ചുവരവുമാണ്. ഏറ്റവും വിചിത്രമായ സംഗതി, ആ വീഡിയോയിലുള്ള രാധിക എന്ന പെൺകുട്ടി ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട അതേ പെൺകുട്ടിയാണ്. ആ കുട്ടി ഒരു തിരിച്ചുവരവിനാണ് ശ്രമിക്കുന്നത്. ഒരു രണ്ടാം ജന്മത്തിന് നമ്മളിവിടെ ചെയ്യുന്നതും അതുപോലെ തുല്യമായ കാര്യമാണല്ലോ. എന്നാൽ പിന്നെ ഇത്തവണത്തെ ഓണസദ്യ ആറ്റുവാശ്ശേരി സദ്യ ആക്കിയാലോ എന്നിങ്ങനെ ശങ്കർജി ചോദിക്കുവാണ്. ആ പെൺകുട്ടിയുടെ തിരിച്ചുവരവിന് നമ്മളൊരു നിമിത്തമായാലോ? ശരിയാണ് ശങ്കർജി, അതൊരു നിമിത്തം തന്നെയാണ്. അമ്മയും മകളും തമ്മിൽ കണ്ടുമുട്ടാനുള്ള നിമിത്തം. മനസ്സിൽ നന്മ മാത്രം കൊണ്ടു നടക്കുന്ന ആ പെൺകുട്ടിക്ക് നമ്മളൊരു തുടക്കം ഇട്ട് കൊടുത്താലോ? അപ്പോൾ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട്, ശങ്കർജി ഒരു കാര്യം ആലോചിക്കുമ്പോൾ അത് പൂർണ്ണമായും കറക്റ്റ് ആയിരിക്കുമല്ലോ. എന്താ ഊർമിളെ? ശരി എന്ന് അവളും പറയുന്നുണ്ട്. ആ കള്ളിക്ക് അറിയില്ലല്ലോ രാധിക ആരാണെന്നും രാധികയുടെ അമ്മയാണ് അവിടെ നിൽക്കുന്ന ശ്യാമയെന്നും. ഇത് വല്ലതും അവൾ അറിഞ്ഞാൽ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? എന്നാൽ പിന്നെ ഇവളായിരിക്കും സദ്യയിൽ ഇനി വിഷം കലർത്താൻ പോകുന്നത്. ശങ്കർജി അങ്ങനെ വാതോരാതെ രാധികയെക്കുറിച്ച് പറയാം. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ബോധ്യമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സ്വന്തം താല്പര്യങ്ങളെക്കാളും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരാണ് സത്യത്തിൽ ഭക്ഷണം വെക്കേണ്ടത്. ഇതെനിക്കാണല്ലോ നന്നായി ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗവും ഉണ്ട്. എന്നാൽ ഇത് മറ്റുള്ളവർക്കാണല്ലോ, അതുകൊണ്ട് അത് നന്നായിരിക്കണമെന്ന് വാശി പിടിക്കുന്നവരും ഉണ്ട്.
അങ്ങനെയുള്ളവരെയാണ് നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കേണ്ടത്. രാധിക ആ കൂട്ടത്തിൽ ഒരാൾ തന്നെ ആയിരിക്കും. എൻ്റെ ശങ്കർജി മുഖ്യമായ ഒരു ശത്രുവിനെ അവിടെ നിർത്തിക്കൊണ്ട ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അവൾ ബെഞ്ചമിനെങ്ങാനും വിളിച്ചാൽ, ഈ സദ്യയെക്കുറിച്ചെങ്ങാനും പറഞ്ഞാൽ, രാധികയുടെ പേര് കേട്ടാൽ എല്ലാം തകിടം മറിയും ശങ്കർജി. ഞാൻ എന്തായാലും ആ കുട്ടിയെ ഒന്ന് വിളിക്കാം. ഇത്തവണത്തെ ഓണത്തിന് ആറ്റുവാശ്ശേരി സദ്യ തന്നെ നമ്മുടെ ശങ്കർജി അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞു. രാധികയോടൊപ്പം സദ്യയ്ക്ക് സഹായിക്കുന്ന ചേച്ചിമാരങ്ങോട്ട് വന്ന്, മോളെ രാധികയെ, നമ്മുടെ ആ വീഡിയോ എല്ലാവരും കണ്ട് എന്നെ വിളിച്ച് ഒരുപാട് പേര് സംസാരിച്ചു. കണ്ടവർക്കൊക്കെ ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. മോളെ, ഞാൻ രാവിലെ മാർക്കറ്റിൽ പോയിരുന്നു. അവിടെ വെച്ചു എന്നോട് 3-4 പേര് ചോദിച്ചു. അവർക്കറിയേണ്ടത് ആ വിഷം കലർത്തിയ പെണ്ണിൻ്റെ പേരും അവരെവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെയാണ്. മോളെ, ആ വീഡിയോക്കാരൻ കൊച്ചൻ പറഞ്ഞത് ശരിയാ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ അടുത്തോട്ട് എത്തുമ്പോഴാണ് ആൾക്കാർക്കൊരു തിരിച്ചറിവുണ്ടാകുന്നത്. നമ്മുടെ ജയഭാരതി മുത്തശ്ശി യശോദയോടെ നിൽക്കുന്നുണ്ട്. അമ്മേ കേട്ടോ, 4-5 വിളിയൊക്കെ നമുക്കും വന്നല്ലോ അമ്മേ എന്നിങ്ങനെ രാധിക പറയുക. ഇതിൻ്റെയൊക്കെ അർത്ഥം ആ കൊച്ചൻ പറഞ്ഞതുപോലെ ആ വീഡിയോ എത്തേണ്ട അടുത്തൊക്കെ എത്തിയെന്നാണല്ലോ. ആ യൂട്യൂബറെ ഒന്ന് വിളിക്കണം എനിക്ക്. ജയഭാരതി മുത്തശ്ശി പറ, ചെയ്യാത്ത തെറ്റിന് എത്ര കാലം ശിക്ഷ അനുഭവിക്കാൻ പറ്റും? എന്തായാലും ചുറ്റുമുള്ളവർ ഇതായിരുന്നു യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കട്ടെ. അപ്പോൾ നമുക്കിനി നല്ല കനത്തിലുള്ള കോളുകൾ തന്നെ വരും മോളെ. അപ്പോൾ രാധികയുടെ ഫോണിലോട്ട് നമ്മുടെ ശങ്കർജിയുടെ ഫോൺ വരുന്നുണ്ട്. അമ്മേ, ഞാനെന്നൊരു അമ്മയെ അഗതി മന്ദിരത്തിൽ കൊണ്ടുപോയില്ലേ, അവിടുന്ന് എന്നെ വിളിക്കുന്നു എന്നിങ്ങനെ രാധിക അവരോട് പറയുക. മോളെ, ഇത് ശങ്കർജിയാണ്. ആ, എന്താ ശങ്കർജി? അയ്യോ, അവിടെ അമ്മയ്ക്ക്. ഇവിടെ മോടെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. ഞാനിപ്പോൾ രാധിക മോളോട് സംസാരിക്കാനാണ് വിളിച്ചത്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കണ്ടപ്പോഴേ രാധിക ആരാ, രാധിക എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. ഇന്നലെയാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. നിങ്ങളുടെ ആറ്റുവാശ്ശേരി സദ്യ ഇത്രയധികം പ്രശ്നങ്ങളിൽ കൂടിയാണ് പോയതെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ കുട്ടിയെ അഭിനന്ദിച്ചേ പറ്റൂ. സ്വന്തം സങ്കടങ്ങൾ വളരെ ആഴത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ കുട്ടി അതിനൊക്കെ സമയം കണ്ടെത്തുന്നു. നല്ല മനസ്സുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഒരുപാട് നന്ദി ശങ്കർജി. ശങ്കർജിയെ പോലെയുള്ള ഒരാളിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ. അല്ല രാധികെ, ആറ്റുവാശ്ശേരി സദ്യയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാ? അതൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുവാണ്. ഇനി ഈ വീഡിയോ ഒക്കെ കണ്ട് പതുക്കെ ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറിയാൽ പിന്നെ പതുക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ അഗതി മന്ദിരത്തിൽ ഓണസദ്യ ഉണ്ട്. അപ്പോൾ പിന്നെ രാധികയുടെ ആറ്റുവാശ്ശേരി സദ്യ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ. സന്തോഷം കൊണ്ട് രാധിക. അയ്യോ ശങ്കർജി, കുട്ടിയുടെ നല്ല മനസ്സിലുള്ള സമ്മാനമാണെന്ന് ഇതങ്ങോട്ട് കരുതിക്കോളൂ. ഓണ ദിവസം ഒരു 200 പേർക്കുള്ള സദ്യ, അതാണ് ഞങ്ങളുടെ ആവശ്യം. സന്തോഷം കൊണ്ട് രാധിക എൻ്റെ ഗുരുവായൂരപ്പാന്ന് വിളിക്കുക. രാധികെ, അതെ, പണം എത്രയാണെന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ നേർപകുതി ഇന്ന് തന്നെ രാധികയുടെ അക്കൗണ്ടിൽ വരും. ഞാൻ കെയർ ടേക്കർ ഊർമിളയുടെ കയ്യിൽ നമ്പർ കൊടുത്തിട്ട് മോളെ വിളിക്കാൻ പറയാം. എൻ്റെ ശങ്കർജി ഇത്രയും നേരം പറഞ്ഞത് നല്ല കാര്യം. പക്ഷെ ഇപ്പം പറഞ്ഞത് രാവിലെ മുതൽ വെള്ളം കോരിയിട്ട് വൈകിട്ട് കുടവടച്ചല്ലോ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. ദൈവമേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ആ കാര്യങ്ങളൊക്കെ രാധിക ഊർമിളയോട് പറഞ്ഞാൽ മതി. രാധിക പറയാം, ശങ്കർജി സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഈ കാര്യം കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നോടൊപ്പം ഇവിടെ ഈ ജോലി ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്. ഒരു തിരിച്ചുവരവ് ഇനി ഉണ്ടാകുമോ എന്നൊരു സംശയത്തിലായിരുന്നു ഞങ്ങൾ. ഇനി ഇതിലും വലിയൊരു തുടക്കം ഞങ്ങൾക്ക് കിട്ടാനില്ല. ഒരുപാട് നന്ദിയുണ്ട് ശങ്കർജി. മോൾ ഇത്രയ്ക്കധികം എക്സൈറ്റഡ് ആകേണ്ട കാര്യമില്ല. മോൾക്ക് അതിനുള്ള അർഹതയുണ്ട്. ഊർമിള വിളിക്കുമ്പോൾ നിങ്ങളുടെ അതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചോളൂ. എത്ര കറികൾ വേണം, എന്തൊക്കെ വേണമെന്നൊക്കെ. അപ്പോൾ ഈ ശങ്കർജി പ്രത്യേകിച്ച് പറയുന്നത് ഓണസദ്യക്ക് ഓണാഘോഷത്തിനായിട്ട് മോളും ആ സദ്യയോടൊപ്പം ഇങ്ങോട്ട് വരണം. അഗതി മന്ദിരത്തിലെ ആൾക്കാരോടൊപ്പം കുറച്ച് സമയം മോൾക്ക് ചെലവഴിക്കാം. ഉറപ്പായിട്ട് ഞാൻ വരാം. ആ അമ്മ അവിടെ വന്നതുകൊണ്ടാണ് സത്യമായിട്ടും ആ അഗതി മന്ദിരത്തോട് എനിക്കൊരു ബന്ധമുണ്ടായത്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ മോളെ. എന്നാ ശരി എന്നും ശങ്കർജി ഫോൺ കട്ട് ചെയ്ത്. ഈശ്വരാനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണല്ലോ രാധിക അങ്ങോട്ട് പോകാൻ പോകുന്നതും ശ്യാമയെ കാണാൻ പോകുന്നതും. ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയമായെങ്കിൽ ആരൊക്കെ എതിർത്താലും ആരൊക്കെ ഇതിനെ തടയാൻ ശ്രമിച്ചാലും അവർ അമ്മയും മകളും തമ്മിൽ കണ്ടുമുട്ടിയിരിക്കും. രാധിക വളരെ സന്തോഷത്തോടെ, മുത്തശ്ശി, അമ്മേ, ചേച്ചിമാരെ, നമ്മൾ ജയിച്ചു. ആറ്റുവാശ്ശേരി സദ്യ വീണ്ടും നമ്മൾ തുടങ്ങാൻ പോകും. അഗതി മന്ദിരത്തിലെ ഓണാഘോഷത്തിനുള്ള സദ്യ 200 എണ്ണം നമ്മളാ കൊടുക്കുന്നത്. ഇനി അങ്ങനെയാണ് നമ്മൾ ആറ്റുവാശ്ശേരി സദ്യ തിരിച്ചു തുടങ്ങാൻ പോകുന്നത്. എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷം. എല്ലാവരും വളരെ ഹാപ്പിയാണ്. നമ്മുടെ ജയഭാരതി മുത്തശ്ശി പറഞ്ഞു, ഇതിലും വലിയൊരു സന്തോഷ വാർത്ത ഇനി എന്താ കേൾക്കാനുള്ളത്? സങ്കടവും സന്തോഷം കൊണ്ട് രാധികയുടെ തൊണ്ട ഇടറുവാണ്. ഇനി നമുക്ക് വിശ്രമിക്കാൻ നേരമില്ല. ആറ്റുവാശ്ശേരി സദ്യ എന്താണെന്ന് നമുക്കിനി അത് കാണിച്ചു കൊടുക്കണം. ശങ്കർജിക്ക് ഒരുപാട് ആൾക്കാരോട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കും. മനുഷ്യനൊരു നന്മ ചെയ്യുമ്പോൾ അതിനൊരു കൂലി ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയാണ് മോളെ. ആ അമ്മയെ മോൾ അഗതി മന്ദിരത്തിൽ എത്തിച്ചത് വഴിയല്ലേ ശങ്കർജിയെ മോള് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് നിന്റെ ജീവിതത്തിൽ ഒരു നേട്ടമായിട്ട് മാറിയില്ലേ മോളെ? ഇതാണ് മോളെ ദൈവം കറക്കുന്ന ചക്രത്തിന്റെ പ്രത്യേകത.
അത് സത്യമാണ് ജയഭാരതി അമ്മ. ആ ചക്രം ചുറ്റിത്തിരിഞ്ഞ് അമ്മയും മകളെയും കണ്ടെത്തി അവരെ തിരിച്ചറിയിക്കാൻ വെച്ചാൽ മതിയായിരുന്നു. SS ഗ്രൂപ്പ് കമ്പനിയിൽ നമ്മുടെ വരുണിനുള്ള കുഴി തോണ്ടിക്കൊണ്ടിരിക്കുവാണ് ആ സോന. എന്തൊക്കെയോ അവൾ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, മേഡം ഒരു പ്രോബ്ലം ഉണ്ട്. അയ്യോ, അതെന്ത് പറ്റി? നമ്മളൊരു കേസ് കൊടുത്തിട്ട് ഒരാളെ കോടതി ശിക്ഷിച്ചില്ലേ, ആന്റണി ഐസക്. അയാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. സോ വാട്ട്? കേരളത്തിലെ ജയിലിൽ നിന്ന് നിത്യേന എത്ര ആൾക്കാർ പുറത്തു വരുന്നു? അതൊക്കെ ഓർത്ത് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അതല്ല മേഡം, അയാൾ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയെന്ന്? അതെ മേഡം, പൊതുവെ അയാൾ വയലന്റ് ആണ്. അതിൻ്റെ കൂടെ ഈ പ്രശ്നം കൂടി ആകുമ്പോൾ സോന പറയും, ഒരു കാരണവശാലും അയാൾ എത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ഇങ്ങോട്ടോ ഈ ക്യാബിനകത്തോട്ടോ അയാളെ കടത്തി വിട്ടേക്കരുത്. ശരി മേഡം, ഞാൻ അയാളോട് സംസാരിക്കാൻ ശ്രമിക്കാം. പക്ഷേ മേഡത്തിന് അറിയാമല്ലോ അയാളുടെ ഡിമാൻഡ്. ലുക്ക് മിസ്റ്റർ ജഗന്നാഥൻ, അയാളുടെ ഡിമാൻഡും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് അയാളുടെ പ്രോപ്പർട്ടി ആയിരുന്നു. അയാളിൽ നിന്നും പ്രോപ്പർട്ടി വാങ്ങിയ ആള് അയാളെ ചതിച്ചു. പക്ഷെ നമ്മൾ മൂന്നാം കക്ഷിയാണ്. അയാൾ എന്തിനാ നമ്മുടെ അടുത്ത് വന്ന് ബഹളം വെക്കുന്നത്? അയാൾ എന്തിനാ നമുക്കെതിരെ കേസിന് പോകുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യും, ആ സെക്യൂരിറ്റി പറ ബഹളം വെച്ച തല്ലി ഓടിച്ചേക്കാന്. എന്തൊരു മര്യാദകട ഇവളി പറഞ്ഞ്. ഇവളെയൊക്കെ പാണ്ടിലോറി കാണുന്നില്ലേ? പാണ്ടിലോറിക്ക് എന്താ ഇവളെ വേണ്ടയോ? മിസ്റ്റർ ജഗന്നാഥൻ അവിടെ നിന്നേ. നമ്മുടെ പുതിയ മാനേജർ വളരെ എഫിഷ്യൻ്റ് ആണെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? എങ്കിൽ പിന്നെ നമുക്ക് അയാളെ ഒന്ന് പരീക്ഷിച്ചാലോ? ആന്റണി ഐസക്കിൻ്റെ കാര്യം അയാൾ തന്നെ അങ്ങ് പരിഹരിക്കട്ടെ. നമ്മുടെ വരുണിനുള്ള കുഴിയാണ് അവൾ തോണ്ടുന്നത്. അയ്യോ മേഡം, അത് വേണോ? അയാൾ കുറച്ച് കുഴപ്പക്കാരനാണ്. അയാൾ കുഴപ്പക്കാരനാണെന്നൊക്കെ എനിക്കറിയാം. നമ്മൾ കാരണം 3 മാസത്തെ ജയിൽവാസമായ കൊണ്ടായതും നമുക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ആ വരുണിനോട് തീർക്കട്ടെ എന്ന് പറഞ്ഞത്. ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്ന ഒരാൾ നമ്മുടെ മാനേജരെ ആക്രമിച്ചെന്നോ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നോ എന്നൊക്കെ കാണിച്ചാലേ നമുക്ക് കുറച്ച് മൈലേജ് കിട്ടുന്ന കാര്യം. അതുകൊണ്ട് അതൊന്നും കളയണ്ട. അതുകൊണ്ട് അയാളെ വരുണിൻ്റെ ക്യാബിലോട്ട് വിട്ടേരെ. അങ്ങനെ വരുണിനൊരു ഉഗ്രം പണി കൊടുത്തു എന്നുള്ള സന്തോഷത്തിൽ സോന ഇങ്ങനെ ഇരിക്കുക. ആന്റണി ഐസക്ക് നല്ല മൂഡിലിരിക്കുവാണ്. അവിടെ ഇരിക്കുന്ന ന്യൂസ് പേപ്പറാണോ എന്തൊക്കെയോ വലിച്ച് കീറി എറിഞ്ഞുകൊണ്ടിരിക്കുക. ജഗന്നാഥൻ അങ്ങോട്ട് വന്നിട്ട്, മിസ്റ്റർ ആന്റണി ഐസക്. അപ്പോൾ അയാൾ ഒരലർച്ച, കോൾ ഹർ, നിങ്ങളുടെ MD വിളിക്ക്. മൈ വാല്യുബിൾ 90 days ഐ വാസ് ഇൻ ജയിൽ. അവളുടെ സ്ഥാപനത്തിൽ വന്ന് ബഹളം വെച്ചെന്നും പറഞ്ഞ് പോലീസിനെയും നിയമത്തിനെയും കാശ് കൊടുത്ത് അവൾ എനിക്ക് തന്ന സമ്മാനം, എന്നോട് കാണിച്ച ഈ ക്രൂരതയ്ക്ക് അവളെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇന്ന് എനിക്ക് പരിഹാരം വേണം. മിസ്റ്റർ ഐസക്, നിങ്ങളുടെ കാര്യം സംസാരിക്കാനായിട്ട് പുതിയതായിട്ട് വന്ന മാനേജരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് വരണം. നിങ്ങൾക്ക് മാനേജരുമായിട്ട് സംസാരിക്കാം. പ്ലീസ് കം സാർ എന്നൊക്കെ പറഞ്ഞാൽ ഡാനിയലിനെ വരുണിൻ്റെ ക്യാബിനിലോട്ട് കൊണ്ടുപോവാണെന്ന് തോന്നുന്നു. രാരാ എന്ന് പറയുന്ന പോലാണ് കൊണ്ടുപോകുന്നത്. ഇതൊന്നും അറിയാതെ നമ്മുടെ വരുൺ എന്തോ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക. ആ ജഗന്നാഥൻ ഐസക്കിനെ കൊണ്ട് ഇതാണ് ആന്റണി ഐസക് എന്നും പറഞ്ഞ് വരുണിനെ പരിചയപ്പെടുത്തുക. സാർ, മുമ്പ് ഏതോ ഒരു കാലത്ത് നമ്മുടെ ഈ ഓഫീസിരിക്കുന്ന പ്രോപ്പർട്ടി ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. നമുക്കതുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ ഇദ്ദേഹം ഇപ്പോഴീ സ്ഥാപനത്തിൻ്റെ പേരിലൊരു കേസ് കൊടുത്തിരിക്കുകയാണ്. ഒരുമാതിരി മാനസിക നില തെറ്റിയതുപോലെയാണ് ഐസക്കിൻ്റെ പെരുമാറ്റം. ഇവനാണോ പുതിയ മാനേജർ? ഇവനാണോ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്? ജഗന്നാഥൻ പറയും, മിസ്റ്റർ ഐസക്, ഹീ ഈസ് എഫിഷ്യൻറ്റ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കും. വരുൺ അതൊന്ന് കേട്ട് ഞെട്ടി. അയ്യോ സാർ. അപ്പോഴുടനെ സന്ദീപ് പറയും, ഇതേ MDയുടെ ഓർഡറാണ്. ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കണം. സോന കളി തുടങ്ങി എന്ന് വരുണിന് മനസ്സിലായി. ഐസക് പറയാം, 90 ദിവസം ഞാൻ ജയിലിലായിരുന്നു. നിന്റെ MD ഉണ്ടല്ലോ സോന, അവൾ കൊടുത്ത കേസിന്റെ പേരിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ആ 90 days അടക്കം എന്നിങ്ങനെ ദേഷ്യത്തോടെ വരുണിനോട് ഐസക് പറയുക. വരുണാണ് എന്തു പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. ദെൻ ഓക്കെ വരുൺ, കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുക, ഡീറ്റെയിൽസ് എല്ലാം സാറ് പറഞ്ഞുതരും എന്ന് പറഞ്ഞിട്ട് സന്ദീപ് അവിടുന്ന് തടിതപ്പുക. ഒരുത്തനെ പടുകുഴിയിലോട്ട് തള്ളിവിട്ടപ്പോൾ എന്തോ ഒരു സന്തോഷമാണ് അവന്. വരുൺ പെട്ടെന്ന് ഐസക്കിനോട് പറഞ്ഞു, പ്ലീസ് സിറ്റ് ഡൗൺ സാർ. നീ ആരാടാ എന്നെ അനുസരിപ്പിക്കാൻ? ആന്റണി ഐസക്കിനെ ശരിക്കറിയാവോടാ നിനക്ക്? എടാ, അറിയാവോന്നോ നിനക്ക്? സംഗതി പന്തികേടാണെന്ന് നമ്മുടെ വരുണിന് മനസ്സിലായി. അയാൾ വരുണിനെ എടുത്ത് അടിക്കുകയോ ഇടിക്കുകയോ തൊഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ള പ്രതീക്ഷയോടെ മറ്റുള്ള സ്റ്റാഫും സോനയും ഇങ്ങനെ സന്തോഷത്തോടെ പുറത്ത് നിൽപ്പുണ്ട്. ആ കാർത്തിക ജഗന്നാഥനോട് സാർ, അയാൾ വയലൻ്റായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേഡത്തിൻ്റെ ഓർഡറല്ലേ. വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ സോന അങ്ങോട്ട് വന്നിട്ട്, മിസ്റ്റർ ജഗന്നാഥൻ, എന്തായടോ, ബാക്കി ഉണ്ടാവുമോ തൻ്റെ പുതിയ മാനേജർ? ഒന്നും പറയാൻ പറ്റില്ല മേഡം, തുടക്കം തന്നെ കണ്ടില്ലേ. അതിനെന്താ, അവൻ ഹീറോ അല്ലേ? നടു റോഡിൽ ആളുകൾക്ക് വേണ്ടി പോരാടുന്ന ഹീറോ. അവനവൻ്റെ ഹീറോയിസം കാണിക്കട്ടെ. അകത്തുനിന്ന് എന്ത് ബഹളം കേട്ടാലും 10 മിനിറ്റ് കഴിയാതെ ആരും ആ ക്യാബിലോട്ട് പോയേക്കരുത്. ഞാൻ പറഞ്ഞതെല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവരും തലയാട്ടുന്നുണ്ട്. അപ്പോൾ ആന്റണി ഐസക് വരുണിനെ കൊന്നതിന് ശേഷം ചെന്നാൽ മതിയെന്നാണ് സോനയുടെ ഓർഡർ. എന്തോ ഒരു വലിയ യുദ്ധം ജയിച്ച ഒരു സന്തോഷത്തിൽ സോനയോടെ ക്യാബിലിങ്ങനെ ആ ചേറിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുവാണ്.
അയ്യോ സാറേ, പണിയാവുമോ? സോന മേഡമാണ് പണി ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞല്ലോ 10 മിനിറ്റ് കഴിയാതെ ആരും അങ്ങോട്ട് ചെന്നേക്കരുതെന്ന്. അതുവരെ ആ വരുൺ ജീവനോടുണ്ടായിരുന്നാൽ മതി. തല്ലും അടിയും പിച്ചും മാന്തലും കീറലും ഒക്കെ ആയിട്ട് വരുൺ ഒരു വികൃതനായിട്ട് വെളിയിലോട്ട് വരുന്നത് കാത്തിങ്ങനെ സോന ഇരിക്കുവാണ്. അങ്ങനെ 10 മിനിറ്റ് ആയെന്ന് തോന്നുന്നു സോന എഴുന്നേറ്റ് പോകുന്നുണ്ട് നോക്കാനായിട്ട്. സോന അങ്ങോട്ട് വന്നിട്ട് മിസ്റ്റർ ജഗന്നാഥൻ എന്ന് വിളിക്കുമ്പോൾ ജഗന്നാഥൻ ഓടി വന്നിട്ട് പറയുന്നത്, മേഡം പിന്നെ അകത്തുനിന്ന് വേറെ ശബ്ദമൊന്നും കേട്ടില്ല. അഹങ്കാരത്തോടെ അവൾ പറയും, എന്ത് പറ്റി? അയാളുടെ ഒരു ഒറ്റ ബഹളത്തോടെ നമ്മുടെ ഹീറോ ഫ്ലാറ്റ് ആയോ? ഇനി അയാളങ്ങനെ വരുണിനെ കൊന്നോ? എൻ്റെ ക്യാബിൻ തുറന്ന് വളരെ കൂളായിട്ട് ഇറങ്ങി വരുന്നു. അതുപോലെ വളരെ കൂളായിട്ട് തൻ്റെ ഐസക്കും കൂടെ വരുന്നു. സോനയുടെ കണക്ക് കൂട്ടൽ അവിടെ പിഴച്ച് അവൾ ഒരുമാതിരി ചമ്മി ഇങ്ങനെ ഒരു നോട്ടം നോക്കി അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സോന ആരോടാണ് കളിക്കുന്നത്? കണിമംഗലം പരമേശ്വരൻ്റെ മകൻ വരുണിനോട്. വരുൺ ആരാണ്? അത് ഇവൾക്കറിയില്ലല്ലോ. ശരിയായ ആൺകുട്ടികളെ ഇവൾ കണ്ടിട്ടില്ല. ഇനിയാണ് അവൾ ശരിയായ ആൺകുട്ടി എങ്ങനെ ഇരിക്കുമെന്നുള്ളത് മനസ്സിലാക്കാൻ പോകുന്നത്. വരുണിൻ്റെ കൈ ഒരു പ്രാവശ്യം അവിടെ കർണത്ത് വീണതാ. ഇനി വീഴാതിരിക്കാൻ അവൾ സൂക്ഷിച്ചാൽ കൊള്ളാം. അതിനിടയിൽ നമ്മുടെ രാധിക ആറ്റുവാശ്ശേരി സദ്യയായിട്ട് ശങ്കർജിയുടെ ആശ്രമത്തിലോട്ട് പോകും. അവിടെ വെച്ച് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാഴ്ച ഈശ്വരൻ കാണിച്ചേക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.